ഹാ സേതു താനോ? മോളെ പവി കേറി വാ. മോൾക്കെന്നെ മനസ്സിലായോ? ഹാ അങ്കിൾ, ഞാൻ 1-2 വട്ടം കണ്ടിട്ടുണ്ട്. മോളുടെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു അങ്കിൾ. എങ്കിൽ മോൾ അകത്തേക്ക് ചെല്ലി. എമ്മീ. എന്താ പപ്പ? പവി നീയോ? ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു. വാ മമ്മ, ദേ പവി. പവി എന്താ മോളെ ലേറ്റ് ആയേ? അത് പിന്നെ ആന്റി പപ്പ. അതിന് സേതു ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ സ്മിത. ഓ ആണല്ലേ. മായ, ആ ജ്യൂസ് ഒന്ന് അവർക്ക് കൊടുക്കൂ. നിനക്ക് ഇഷ്ടപ്പെട്ടോ ഗിഫ്റ്റ്? ഞാനാ സെലക്ട് ചെയ്തത്. ആ ആന്റി, നന്നായിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം സേതു എന്തെങ്കിലും പറഞ്ഞോ? അത് പവി നീ ഇവിടെ ഇരിക്കാണോ? വായോ, നമുക്ക് എന്റെ റൂമിൽ പോവാം. പപ്പയുടെ കാര്യത്തിൽ എന്തിനായിരിക്കും ഇവർ ഇത്രയും ഉത്സാഹം കാണിക്കുന്നത്? ഇതെന്താണ് കൊച്ചുകുട്ടികളെ പോലെ പ്രിൻസസ് ഒക്കെ? അതൊക്കെ ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഏട്ടൻ ചെയ്തതാ. വലുതായപ്പോഴും എനിക്ക് അതൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ മാറ്റാനൊന്നും പോയില്ല. പറഞ്ഞ പോലെ നിന്റെ ഏട്ടൻ എവിടെ? ഇന്നെങ്കിലും ഒന്ന് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. അവനെ എന്തോ ആവശ്യത്തിന് പുറത്തു വരിക. ഇപ്പൊ വരും. എമി, നീ ഒന്നിങ്ങ് വന്നേ. മമ്മ വിളിക്കുന്നുണ്ട്. നീ ഇവിടേക്കൊന്ന് ചുറ്റിക്കാണ്, അപ്പോഴേക്ക് ഞാൻ പോയിട്ട് വരാം. മിലിയെ കാണുന്നില്ലല്ലോ, ഒന്ന് പോയി നോക്കിയാലോ? ഈ പെണ്ണിത് എവിടെ പോയി കിടക്കണോ എന്തോ. ഹായ് പല്ലവി, ഇവാൻ. അപ്പോ ഞാൻ മിലിയുടെ ഫ്രണ്ടാണെന്ന് അന്ന് മനസ്സിലായിരുന്നു അല്ലേ? പിന്നെന്താ അന്നത് പറയാതിരുന്നത്? അത് വെറുതെയോ? ആക്ച്വലി പവി അന്ന് എന്നെ കുറിച്ച് എന്നോട് തന്നെ ചോദിച്ചില്ലേ, ഞാനപ്പോ സർപ്രൈസ്ഡ് ആയിപ്പോയി, അതാ. ഓ അതുകൊണ്ട്. അത് ശരി. ഏട്ടൻ എവിടെ നിപ്പാണോ? വേഗം പോയി ഫ്രഷ് ആയി വാ, നമുക്ക് കേക്ക് മുറിക്കണ്ടേ? എന്നാ ശരി പവി, ഞാൻ വേഗം ഫ്രഷ് ആയി വരാം. പവിയല്ലേ അത്? പവി, ഇയാളെന്താ ഇവിടെ തനിയെ നിൽക്കുന്നേ? താഴെ പോയി അവരുടെ കൂടെ ഇരുന്നൂടെ? മിലി ഭയങ്കര ബിസിയാ, പിന്നെ വേറെ ആരും എനിക്ക് പരിചയമില്ല. ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നേ? അത് പിന്നെ ഇവാൻ, എനിക്ക് പരിചയമില്ലാത്തടത്ത് സെറ്റാവാൻ കുറച്ച് സമയമെടുക്കും. അപ്പം മറ്റുള്ളവർക്ക് തോന്നും ഞാൻ വലിയ അഹങ്കാരിയാണ്, ജാടക്കാരിയാണെന്നൊക്കെ. നമ്മളായിട്ട് എന്തിനാ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? പവിക്ക് മഴ ഒത്തിരി ഇഷ്ടമാണല്ലേ? മഴയത്ത് കൊടയും ചൂടി നടക്കാനൊക്കെ. അതെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. നമ്മൾ ആദ്യം കണ്ടുമുട്ടിയതും ഒരു മഴയത്തല്ലേ? ഇവാൻ ഇപ്പോഴും അതൊക്കെ ഓർത്തിരിക്കുന്നുണ്ടോ? പെട്ടെന്ന് അങ്ങനെ മറന്നു കളയാൻ പറ്റിയ ഇടിയല്ലോ എനിക്കൊന്ന് കിട്ടിയത്. സോറി. ഇനിയും എത്ര തവണ പവി എന്നോട് സോറി പറയും? ഇനിയും ഇവാൻ എത്ര തവണ അത് റിപ്പീറ്റ് ചെയ്യോ അത്രയും തവണ. അത് കൊള്ളാലോ. എന്നാലും ഈ മഴയോട് ഇത്ര ഇഷ്ടാവാൻ എന്താ കാരണം? പറഞ്ഞാ വിശ്വസിക്കില്ല. ഞാൻ ജനിച്ചത് മുതൽ ഇപ്പതാ ഈ നിമിഷം വരെ എൻ്റെ എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും കൂടെയുള്ള ഒന്നാ ഈ മഴ. അതെങ്ങനെ? നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു മമ്മ എന്നെ പ്രസവിച്ചത്. പിന്നെ എൻ്റെ മമ്മയുടെ മരണം, ചേച്ചിയുടെ വിവാഹം, ഇങ്ങോട്ടുള്ള താമസം മാറൽ, പിന്നെ നേരത്തെ ഇവാൻ പറഞ്ഞ കണക്ക് നമ്മൾ തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച ദാ ഇപ്പൊ കൂടെ കണ്ടില്ലേ? അങ്ങനെയെങ്കിൽ ഈ മഴ പവിക്ക് സന്തോഷാണോ സങ്കടാണോ? തീർച്ചയായും സന്തോഷം. മിലിയാണ് എൻ്റെ ലൈഫിലെ ആദ്യത്തെ ബെസ്റ്റ് ഫ്രണ്ട്. അത് കള്ളം. അല്ല, സത്യം. എനിക്കൊരിക്കലും ഒരാളോടും അങ്ങോട്ട് പോയി കൂട്ടുകൂടാനൊന്നും അറിയില്ല. മിലി വന്നതുപോലെ എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറി ഒരാളും സൗഹൃദം ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വന്നിട്ടുമില്ല. ഇനി അഥവാ വന്നാൽ തന്നെ സ്വന്തം ബർത്ത്ഡേക്ക് പേരൻസ് എല്ലാം നോക്കി നിൽക്കെ അവളുടെ ഏട്ടന് ശേഷം എൻ്റെ വായിലേക്ക് കേക്ക് വെച്ച് തരാനും മാത്രമുള്ള വലുപ്പമൊന്നും ആ സൗഹൃദത്തിനുണ്ടാവില്ല. എനിക്കറിയാം, വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? എൻ്റെ ഇവാൻ എൻ്റെ ലൈഫിൽ ഇതുപോലെ എന്നെ ആരും പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചെറിയ കാര്യം പോലും എനിക്ക് ഇത്ര വലുതായി തോന്നുന്നത്. അതിന് പവി പറഞ്ഞത് എനിക്ക് വിശ്വാസമായില്ലെന്ന് ഞാൻ പറഞ്ഞോ? അതില്ല. പവിക്ക് വായിക്കാൻ ഇഷ്ടമുണ്ടോ? വായനയൊന്നും എനിക്ക് ശീലമില്ല. പിന്നെ വേറെന്താ ഇഷ്ടം? അതിപ്പോ എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്. പവി വരയ്ക്കോ? പണ്ട് മുതലേ വരയ്ക്കാൻ അറിയുന്നവരോട് എനിക്കൊരു പ്രത്യേക ബഹുമാനം. അയ്യോ, എന്നോട് അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഇഷ്ടമുള്ളത് കൊണ്ട് വരയ്ക്കുന്നു മാത്രം. എന്നാലെന്താ, മനസ്സിലുള്ളത് ക്യാൻവാസിലേക്ക് പകർത്താൻ പറ്റുന്നുണ്ടല്ലോ, അതൊരു ചെറിയ കാര്യമൊന്നുമല്ല.
എനിക്കിഷ്ടം മ്യൂസിക്കും പിന്നെ ബുക്സും ഒക്കെയാണ്. അതെനിക്ക് മനസ്സിലായി. എങ്ങനെ? അതോ, ഈ വീടെല്ലാം ചുറ്റിക്കാണുന്ന കൂട്ടത്തിൽ മിലി എന്നെ ഇവാനന്റെ റൂമിലും കൊണ്ടുപോയി. ഓഹോ, അങ്ങനെ. ആ, അത് പറഞ്ഞപ്പോഴാ ഇവാനന്റെ റൂമിൽ വാളിൽ ഹാങ് ചെയ്തിട്ടില്ലേ തൂവലുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സാധനം. അതെന്താ? അതെന്ത്? ഒരു വൈറ്റ് കളറിൽ വട്ടത്തിൽ നൂലുകളും തൂവലുകളൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത. ഉം. ഓ, അത് ഡ്രീം ക്യാച്ചർ ആണത്. ഓ ആണല്ലേ, എന്തായാലും നല്ല ഭംഗിയുണ്ട്. അത് ശരി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ടോ? താഴെ ഹരിയങ്ങൾ വന്നിട്ടുണ്ടേട്ടാ. ദേ പല്ലവി അവിടെ സേതുവങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. വായോ. എന്നാ പിന്നെ നിങ്ങൾ വിട്ടോ, ഞാൻ വന്നേക്കാം. ശരി ഏട്ടാ. പവി വാടി, നമുക്ക് പോവാം. ആരാ മിലി? ഹരിയങ്ങള്? അത് നമ്മുടെ മായ ആൻറ്റിയുടെ അങ്കിളുടെ മകനാ. ബാംഗ്ലൂരാ വർക്ക് ചെയ്യണേ. ഇടയ്ക്ക് ഇതുപോലെ ആൻറ്റിയെ കാണാൻ വരും. 1-2 ദിവസം ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. പപ്പ എന്നെ തിരക്കായിരുന്നോ? ഹാ പല്ലവി, ഹരി, ദാ ഇതാണ് സേതുവിൻ്റെ മകൾ പല്ലവി. പിന്നെ പല്ലവി, ഇത് എൻ്റെ ബ്രദറാണ് ഹരി. ഹായ് പല്ലവി. ഹലോ അങ്കിൾ. ഹരിയങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നോ? ആടാ, ഞാൻ കഴിച്ചിട്ടാ വന്നേ. സർപ്രൈസ് വിസിറ്റ് ആകുമ്പോൾ ഇവളുടെ കയ്യിൽ നിന്നൊന്നും കിട്ടില്ലല്ലോ. ആ, അതങ്ങൾ പറഞ്ഞത് കറക്റ്റാ അല്ലേ ആൻറ്റി? ഓ പിന്നെ, ഒന്ന് പോടാ. എന്നാ പവി ഇങ്ങ് പോരെ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ആ, മോള് പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ, വീട്ടിൽ പോണ്ടേ നമുക്ക്. ആ ഹാ പപ്പ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. സേതു, വന്നതിൽ സന്തോഷം. പിന്നെ മോളെ പവി, ഏതു നേരവും ആ വീടിനുള്ളിൽ ഇങ്ങനെ അടഞ്ഞിരിക്കാതെ ഇവരെ കൂടെയൊക്കെ ഒന്ന് ഇറങ്ങുക കേട്ടോ. ശരി അങ്കിൾ. അല്ലട സേതു, ഇവർ 3 പേരെന്തായാലും ഒരു കോളേജിലേക്ക് തന്നെയല്ലേ, എങ്കിൽ പിന്നെ പവി മോൾക്കും കൂടെ ഇവർ കൂടെ പോയിക്കൂടെ? അതൊന്നും വേണ്ട സർ, അവളെന്തായാലും കോളേജ് ബസ്സിലല്ലേ, അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. എങ്കിൽ ശരി, അങ്ങനെ ആവട്ടെ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങി. പോട്ടെ അങ്കിൾ. ശരി മോളെ. സ്മിതാൻറ്റി. ഹാ മോളെ, പോയിട്ട് വാ. പോട്ടെടി, നാളെ കാണാം. ഇതെന്തെൻ്റെ മനസ്സിൽ നിന്ന് പോവാത്തെ? നമുക്കെന്നാ തുടങ്ങാം. ഇങ്ങനെ എൻ്റെ മനസ്സിലും ചിത്രങ്ങളിലും നിറഞ്ഞു നിൽക്കാനും മാത്രം ഇയാൾ ആരാ എനിക്ക്? പപ്പ, ഇതെവിടെ പോയി? ആ, മോളെ എഴുന്നേറ്റോ? ഇന്നലെ രാത്രി കിടക്കാൻ വൈകിയോ? ആ പപ്പ, ഉറക്കം വരാത്തോണ്ട്. ഓ, ഒരു കാര്യം ചെയ്യ്, മോള് റെഡി ആയിട്ട് വാ, നമുക്കൊന്ന് പുറത്തു പോവാം. ആ പപ്പ, ഇപ്പം റെഡിയാവാം. എങ്ങോട്ടാ പപ്പയും മോളും? ആ ഹരി, ഞങ്ങൾ ചുമ്മാ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാ. എവിടെ പോയാലും രാത്രി ഫുഡ് കഴിക്കാൻ തരാകുമ്പോഴേക്കും ഇങ്ങ് പോരെ. അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ആകാം ഹരി. ഫുഡോ? എനിക്ക് തെറ്റിയതാണോ? എന്തിനാ സേതുവായിട്ട് അത് പിന്നത്തേക്കാക്കുന്നത്? രാത്രി ഫുഡ് ഇവിടുന്ന് കഴിക്കാം, ഇനി അതിലൊരു മാറ്റവും ഇല്ല. അല്ല ഹരി, അത് സേതു ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി. ഇതാ നോക്കൂ പവി, നിന്റെ പപ്പ പല മുടക്ക് വർത്താനം പറയും, പക്ഷെ അതൊന്നും സമ്മതിച്ചു കൊടുക്കരുത് കേട്ടോ. ആ അങ്കിൾ. എന്താണ് ഒരു നോട്ടവും ചിരിയൊക്കെ? ഞാനോ? ഒന്ന് പോടാ. നടക്കട്ടെ.
പപ്പ, നമ്മൾ വരാൻ നിൽക്കുന്ന നേരത്ത് ഹരിയങ്ങൾ എന്താ പറഞ്ഞത്? ഓ അതോ, ഹരിയാണല്ലോ. ഹലോ ഹരി. ഹരിയങ്ങളോ? അല്ല ഹരി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഈശ്വര, എനിക്കുള്ള പണിയാവല്ലേ. ആ ഓക്കെ ശരി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്താ പപ്പ, ഹരിയങ്ങൾ എന്തിനാ വിളിച്ചേ? അത് പിന്നെ പല്ലു, ഞങ്ങൾ രാവിലെ ഇരുന്ന് സംസാരിക്കുന്ന നേരം മായ ഇന്ന് ഡിന്നർ അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാനതത്ര കാര്യമാക്കിയില്ല. നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന നേരം ഹരി അതാ ഓർമ്മിപ്പിച്ചത്. ഇപ്പതാ വിളിച്ചതും അത് പറയാനാ. അപ്പം നമ്മൾ പോണോ? അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല പല്ലു. അവരിത്രയും അധികം വിളിക്കുമ്പോൾ പപ്പ ഓക്കെയാണോ അങ്ങോട്ട് പോകാൻ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പരിചയപ്പെട്ടിടത്തോളം ഹരി നല്ലൊരു മനുഷ്യനാ. പിന്നെ മായ. പോകാം പപ്പ. എങ്ങോട്ട്? അല്ല, ഒരുപാടായില്ലേ വിളിക്കുന്നു. നമുക്ക് ഡിന്നറിന് പോകാം. ഹാ പല്ലു, നീ ഓക്കെ ആണോ? ഹാ പപ്പ ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെയാണ്. ഏറിപ്പോയ 1 മണിക്കൂർ അത്രയല്ലേ വേണ്ടൂ. നമുക്ക് പോകാം. പല്ലു, ഞാൻ വിചാരിച്ചു നീ അവരോട് വലിയ അടുപ്പമില്ല, നിനക്ക് അവിടെ കംഫർട്ടബിൾ ആകില്ല എന്ന്. ഞാൻ അവരോട് അടുപ്പുണ്ടായതുകൊണ്ടോ എനിക്കവിടെ കംഫർട്ടബിൾ ആയതുകൊണ്ടോ അല്ല പപ്പ. പപ്പയുടെ സന്തോഷം അതാ എനിക്ക് വലുത്. പപ്പയൊക്കെ എത്ര ഈസി ആയിട്ട് അവരോട് സംസാരിക്കുന്നത്. എനിക്ക് മാത്രം എന്താ അത് പറ്റാത്തേ? അല്ല പല്ലവി എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അതിന് നിങ്ങളാരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലല്ലേ എനിക്കെന്തെങ്കിലും പറയാൻ പറ്റൂ. പല്ലു, അതല്ല ചെയ്തോട്ടാ, അവൾ പറഞ്ഞതിനും കാര്യമുണ്ട്. നമ്മൾ 3 പേര് സംസാരിക്കുന്നതിനിടക്ക് നമ്മൾ അവളെ ചെറുതായിട്ടൊന്നും മറന്നു. അയ്യോ അങ്കിളെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അത് സാരല്ലടോ. അല്ലെങ്കിൽ തന്നെ മുതിർന്ന ആളുകൾ സംസാരിക്കുന്നതിനിടയ്ക്ക് പല്ലവി എന്ത് പറയാനാ? മായ, സമയം ഒരുപാടായി, ഫുഡ് എടുക്കാം. അയ്യോ, സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല. ഞാൻ ഇന്ന് ഫുഡ് എടുക്കാം. പല്ലവി വേണമെങ്കിൽ എൻ്റെ കൂടെ പോരെ, എല്ലാം നോക്കി കണ്ട് പഠിക്കാലോ. ഹാ ആൻറ്റി, ഞാൻ. അവൾ ചെറുതല്ലേ മായ, അതൊക്കെ പഠിക്കാൻ ഇനിയും സമയമുണ്ട്. നീ പോയി ഫുഡ് എടുക്ക്. കേട്ട ചെയ്തോട്ടാ, ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും നന്നായി കുക്ക് ചെയ്യുന്നത് മായയാണ്. അത് ഈ ഫുഡ് കഴിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സേതു. പിന്നെ ഹരിയും നന്നായി കുക്ക് ചെയ്യും കേട്ടോ. ഹരിയങ്ങൾ കുക്ക് ചെയ്യോ? ഹാ, കുറച്ചൊക്കെ. സേതു എങ്ങനെ കുക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണോ? പിന്നെ പപ്പയ്ക്ക് കുക്കിംഗ് അറിയുന്നതുകൊണ്ടല്ലേ ഞങ്ങൾ പട്ടിണിയില്ലാതെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ പല്ലവിക്കൊന്നും അറിയില്ലേ? എനിക്ക് കുക്കിംഗ് ഒന്നും അറിഞ്ഞൂടാ ആൻറ്റി. അത് കുറച്ചൊക്കെ പഠിക്കണം കേട്ടോ. നാളെ വിവാഹം കഴിഞ്ഞു പോയാൽ ഭർത്താവിന് പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. അതൊന്നും സാറില്ല ആൻറ്റി. ഒരുപക്ഷെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് പപ്പയെ പോലെയോ അല്ലെങ്കിൽ ഹരിയങ്കളിനെ പോലെയോ കുക്കിംഗ് അറിയുന്ന ഒരാളെയാണെങ്കിലോ അപ്പം ഞാൻ രക്ഷപ്പെട്ടില്ലേ. ഹാ, അത് പല്ലവി പറഞ്ഞത് കറക്റ്റാ. എന്ത് ശരി, ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം തമാശയാ. മായ പറഞ്ഞത് കാര്യം തന്നെ ഹരി. ഇപ്പോഴേ കുറച്ചൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാ. എൻ്റെ പൊന്ന് സേതുവേട്ടാ, നിങ്ങൾ ഇവിടെ പറയണതൊന്നും കേൾക്കാൻ നിൽക്കണ്ട. പല്ലവി ഇപ്പോൾ പഠിക്കുന്ന പ്രായമല്ലേ, അവൾ പഠിക്കട്ടെ. നാളെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു ഭർത്താവിനൊക്കെ കിട്ടുമ്പോഴല്ലേ അതപ്പം നോക്കാന്നേ. ഇനിയിപ്പോൾ ഇവള് പറഞ്ഞ കണക്ക് എന്നെ പോലെയോ സേതുവേട്ടനെ പോലെയോ കുക്കിങ്ങൊക്കെ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവള് രക്ഷപ്പെട്ടില്ലേ. ഉവ്വ, ഇനിയിപ്പോൾ ഇവിടെ കെട്ടുന്ന ആൾക്ക് ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ 2 പേരും കൂടെ പട്ടിണി കെടുക്കുമോ? അതൊന്നും സാറില്ല ആൻറ്റി. ഒന്നെങ്കിൽ ഞങ്ങൾ 2 പേരും ചേർന്ന് കുക്കിംഗ് പഠിക്കും, അല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തും. അത് കൊള്ളാം. പപ്പ, കുടിക്കാനുള്ള വെള്ളം ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഡിന്നർ അടിപൊളിയായി അല്ലേ പല്ലു? ഗുഡ് നൈറ്റ് പപ്പ. പവി, ഹാ ഇവാൻ. ഗുഡ് മോർണിംഗ് പവി. ഗുഡ് മോർണിംഗ്. ബസ് ഒന്ന് കുറച്ച് ലേറ്റ് ആണല്ലേ, ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണു. എന്നെയോ? ഹാ. എന്താ ഇവാൻ? ദാ ഇത് തരാനാ. എന്താ ഇത്? അത് തുറന്നു നോക്കടോ, എന്നാലല്ലേ അറിയാൻ പറ്റൂ. വാ, ഇതെനിക്കാണോ?
ഹാ, ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഇഷ്ടപ്പെട്ടോന്നോ? ഇവാൻ, എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. ആക്ച്വലി ഇതെന്നല്ല നിൻ്റെ റൂമിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ ഒരെണ്ണം വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും എനിക്കിത് കിട്ടി. ആൻഡ് ഐ ആം സോ ഹാപ്പി. താങ്ക് യു ഇവാൻ, താങ്ക് യു സോ മച്ച്. അയ്യോ സോറി, ഞാൻ പെട്ടെന്നുള്ള സന്തോഷം കൊണ്ട് ചെയ്തതാ. ഏയ്, ഇറ്റ്സ് ഓക്കെ. തനിക്കത് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ ഈ സന്തോഷം കാണാനാ ഞാൻ ഇത്രയും നേരം ഇവിടെ കാത്തു നിന്നത്. ഞാനെന്നാ പോയിക്കോട്ടെ ഇവാൻ. യാ, ബൈ. ബൈ.